Hello, dear friends. I am Anson Thomas, and today, in my Voice for the Voiceless, I want to share with you something which is very important. And this is regarding those two nuns who were arrested in Chhattisgarh. And one of the YouTube channel in Kerala, Marudadan Malayali, Sajan, his response in that particular YouTube channel. But before that, I would like to briefly introduce for those people who do not know me. But dear friends, I would like you to subscribe, share, and also like my channel so that many people will stand together as a response, as a voice for the voiceless. Dear friends, I am Anson Thomas. I was an officer in Mumbai Customs. I took voluntary retirement after 20 years of service. And for past 34 years, I worked in the red light areas of Mumbai, Pune, Delhi, Calcutta, and all over the world, rescued over 800 women and children who were forced into human trafficking. I also worked among the children who were born in the brothels, and today many of those kids are educated and become good citizens of our country. In the year 2009, I received the CNN Real Heroes Award for Women Empowerment for my work in rescuing these women and also empowering them. So, dear friends, today I'm going to speak in Malayalam. And please forgive me if there are mistakes because I can speak, but I cannot read and write. I may make some mistakes, so kindly forgive me for that. So, dear friends, here is Anson Thomas going to speak in Malayalam. പ്രിയപ്പെട്ട മലയാളികൾ, എൻ്റെ വന്ദനം നിങ്ങൾക്ക്. എൻ്റെ മലയാളത്തിൽ തെറ്റുകൾ വന്നാൽ ക്ഷമിക്കണം. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയ്ക്കിടുന്ന് എൻ്റെ ഒരു റെസ്പോൺസാണ് മറുനാടൻ മലയാളി സാജൻ്റെ ഒരു വീഡിയോ കണ്ടപ്പം. ആ ഒരു വീഡിയോ കണ്ടപ്പം ഞാൻ അത്ഭുതം ആയിപ്പോയി. എനിക്ക് ഈ ഒരു സാജൻ്റെ റെസ്പോൺസ് കണ്ടപ്പം പലപ്പോഴും ഞാൻ സാജൻ്റെ ചാനലിൽ കൂടുന്നുണ്ടെങ്കിൽ ഐ ഹാവ് ഗോൺ ത്രൂ ഇറ്റ്. നീതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇന്ന് ആ ഒരു ധാരണയാണെങ്കിൽ മാറിപ്പോയി. ഇന്ന് സാജൻ്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ തന്നെ തോന്നി, സാജൻ ഏതോ ഒരു പ്രഷറിൽ കൂടുന്നെങ്കിൽ പോവാണ്. ഹി ഈസ് ഒബ്ലിഗേറ്റഡ്. ആൻഡ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ടൈപ്പിലെ ഒരു വീഡിയോ ഇറക്കിയിട്ടെന്നെങ്കിൽ ഈ ഒരു റെസ്പോൺസ് മറുനാടൻ മലയാളി സാജന്റെ, അല്ലെങ്കിൽ നീതിക്ക് നിൽക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു വീഡിയോ ആണെങ്കിൽ ഇറക്കുകയില്ല. കാരണം എന്താണ്? സാജന്റെ ഈ വീഡിയോയിൽ കൂടുന്ന പുള്ളിക്കാരനാണെങ്കിൽ തുടക്കത്തിൽ പറയുണ്ടായി, ഇവർ ചെയ്ത തെറ്റാണ്, അതുകൊണ്ട് എല്ലാവരും അന്നെങ്കിൽ ഒരുമിച്ച് പറഞ്ഞു ഇത് തെറ്റാണ്. ഈ രണ്ട് കന്യാസ്ത്രീകളെ അന്നെങ്കിൽ അറസ്റ്റ് ചെയ്തത് ആൻഡ് അവരെ ജയിലിലിട്ടത്, ആൻഡ് അവിടുത്തെ സർക്കാരും അന്നെങ്കിൽ ഇതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നു. അത് തെറ്റാണ്. സർക്കാർ അന്നെങ്കിൽ കൂടെ അന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ കന്യാസ്ത്രീകളെ എന്നെങ്കിൽ ജയിലിലെടുത്തില്ലായിരുന്നു. സത്യം അറിഞ്ഞിട്ടെന്നെങ്കിൽ അവരന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒരു റെസ്പോൺസ് ചെയ്യുകയില്ലായിരുന്നു. അവിടെ തന്നെ സാജൻ തെറ്റിപ്പോയി. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ മച്ച് ഇൻ ടു ദാറ്റ്. പക്ഷേ സാജൻ ബൈബിളിനെ പറ്റി ഒത്തിരി അറിവുണ്ടെന്നും പറഞ്ഞുകൊണ്ടെന്നെങ്കിൽ സാജൻ ബൈബിളിനെ പറ്റി അന്നെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അന്നെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുവാണ് ഈ വീഡിയോയിൽ. യേശു ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാര് ആൻഡ് അവരെ എങ്ങനെയാണ് പല വിധത്തിൽ അന്നെങ്കിൽ ക്രൂശിക്കുകയൊക്കെ അതിൽ ഒരാളായിരുന്നു യൂദാസ്. യൂദാസ് എങ്ങനെ ഒറ്റിക്കൊടുത്തു, എന്നിട്ട് തൂങ്ങി മരിച്ചു. 11 ശിഷ്യന്മാരെ അവരെ ഓരോരുത്തരെ എങ്ങനെയാണ് ക്രൂശിക്കുകയും കൊല്ലുകയും ചെയ്തത്. ഇതെല്ലാം വളരെ നന്നായിട്ടാണെങ്കിൽ സാജനാണെങ്കിൽ വീഡിയോയിൽ പറഞ്ഞു. യേശു ക്രിസ്തു ആണെങ്കിൽ
മർക്കോസ് 16 പറഞ്ഞ കാര്യത്തെപ്പറ്റി അന്നെങ്കിൽ നമ്മളോടന്നെങ്കിൽ പറഞ്ഞു, ഈ ലോകം മൊത്തമായിട്ട് പോയി അന്നെങ്കിൽ ശിക്ഷരെ ആക്കാൻ വേണ്ടി. പക്ഷേ എനിക്ക് തോന്നുന്നേ ഇത് ഈ ഒരു റെസ്പോൺസ് അന്നെങ്കിൽ വേറെ ഒരു അച്ഛൻ പട്ടക്കാരൻ അന്നെങ്കിൽ മത്തായി 28 അന്നെങ്കിൽ ലാസ്റ്റ് ഫ്യൂ വേർഡ്സ് അന്നെങ്കിൽ കോട്ടി ചെയ്തുകൊണ്ടാണ് ഇന്ന് സാജൻ മർക്കോസ് 16 അന്നെങ്കിൽ എടുത്തന്നെങ്കിൽ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ കാരണം സാജൻ ഇതിന്റെ അർത്ഥം എന്തുവാന്നുള്ള മനസ്സിലായായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു റെസ്പോൺസ് അന്നെങ്കിൽ ചെയ്യില്ലായിരുന്നു. സാജൻ ഏതോ ഒരു പ്രിന്റഡ് ഇതിൽ കൂടുന്നെങ്കിൽ വായിക്കുക, ഓരോ ശിഷ്യന്മാരെ എങ്ങനെയാണെങ്കിൽ ക്രൂശിച്ചത് കൊന്നതൊക്കെ ആണെങ്കിൽ വളരെ ജ്ഞാനിയായിട്ടുള്ള ആളുടെ കൂട്ടാണ് ഈ മറുനാടൻ മലയാളി സാജൻ അന്നെങ്കിൽ ഈ ചാനലിൽ അന്നെങ്കിൽ സംസാരിക്കുന്നത്. പക്ഷേ ഒരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞത്, വൈ, എന്തിന് ഈ സഭയിലെ ലീഡേഴ്സ് മുമ്പിൽ വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്തെന്നുള്ളതാണ്. യെസ്, ഈ കന്യാസ്ത്രീകളെ അന്നെങ്കിൽ അറസ്റ്റ് ചെയ്ത സമയത്ത് സഭയിലെ ലീഡേഴ്സ്, priests and nuns and believe people from the church, why they came and protested? എന്നിട്ട് പുള്ളിക്കാരൻ അന്നെങ്കിൽ കുറെ ന്യായം ഒക്കെ അന്നെങ്കിൽ പറഞ്ഞുകൊണ്ടെന്നെങ്കിൽ വന്നു. ഈ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ ഒക്കെ അന്നെങ്കിൽ ഇത് ചെയ്തു, അപ്പം നമുക്ക് വന്നെങ്കിൽ അതുപോലെ തന്നെ പോണ്ടായോ? സൗദിയിലുള്ള പുള്ളിക്കാരന് പരിചയമുള്ള ഒരു പട്ടക്കാരനെ പറ്റി പറഞ്ഞു, അവിടെ പോയപ്പം എങ്ങനെ പിടിച്ചെന്നെങ്കിൽ അകത്തിട്ടെന്നൊക്കെ ഉള്ളത്. ആൻഡ് ഈ പൊട്ടൻ ന്യായമൊക്കെ അന്നെങ്കിൽ പറഞ്ഞെന്നെങ്കിൽ ഡിഫൻസ് ആയിട്ടെന്നെങ്കിൽ ഈ പുള്ളിക്കാരൻ ന്യായീകരിക്കുമായിരുന്നു. He was trying to defend. He was saying, ഈ കന്യാസ്ത്രീകളെ ഇതിൻ്റെ അകത്ത് ഇട്ടപ്പം they should have rejoiced. പൗലോസിനെ അന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇട്ടപ്പോഴെന്തുവാ ചെയ്ത്? റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് അഗെയിൻ ഐ സേ റിജോയ്സ്. സന്തോഷിക്കുക, നിങ്ങൾ വീണ്ടും സന്തോഷിക്കുക. അതുകൊണ്ട് മറുനാടൻ മലയാളി സാജൻ പഠിപ്പിക്കുകയാണ് വേദവസ്ത്രം, സന്തോഷിക്കണം എന്നുള്ളത്. യെസ്, സന്തോഷിക്കണം. പക്ഷേ അനീതി നടക്കുമ്പം, ഇങ്ങനെയുള്ള അക്രമം നടക്കുമ്പം മിണ്ടാതിരിക്കുകയല്ല ചെയ്യുന്നത്. ആ സമയത്ത് സഭയിലുള്ള ആൾക്കാർ തന്നെയല്ല, ഈ ഭാരത റിപ്പബ്ലിക്കിലെ ആൾക്കാർ മൊത്തം അന്നെങ്കിൽ റെസ്പോണ്ട് ചെയ്തു. വേൾഡിലുള്ള ആൾക്കാർ റെസ്പോണ്ട് ചെയ്തു. മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റും റെസ്പോണ്ട് ചെയ്തു. അവിടെ കൺവേർഷൻ അല്ലായിരുന്നു, മതപരിവർത്തനം അല്ലായിരുന്നു അവർ ചെയ്തത്. അവര് എംപവർമെന്റ് ആണ് ചെയ്യാൻ നോക്കിയത്. ഞാൻ ചുരുക്കത്തിൽ എന്താണ് തുടക്കത്തിൽ എൻ്റെ ഒരു ബ്രീഫ് പറഞ്ഞ്, ഞാൻ കഴിഞ്ഞ 34 വർഷമായിട്ട് എൻ്റെ ജോലി കൂടാതെ ഞാൻ ചുമന്നതെരുവില് വർക്ക് ചെയ്തെന്നുള്ളത്. മിസ്റ്റർ സാജൻ സ്കറിയയ്ക്കാണെങ്കിൽ, സ്കറിയ ആണെന്നോന്ന് എനിക്കറിയത്തില്ല, മിസ്റ്റർ സാജന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു വർക്കിലായിരുന്നെന്നുള്ള. 800-നെക്കാട്ടിലും പെൺകുട്ടികളെ റെസ്ക്യൂ ചെയ്തു. റെസ്ക്യൂ ചെയ്യുക തന്നെയല്ല, അവരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇത് നടത്തുന്ന ആൾക്കാരെ FIR ഫയൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കോടതി പോയിട്ട് ഇതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവരെ കൺവിക്ട് ചെയ്തിട്ട് ഇവരുടെ നടത്തുന്ന ബ്രോത്തൽ സീലും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ കന്യാസ്ത്രീകൾ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മനുഷ്യ കടത്ത് നടത്തുവാണെങ്കിൽ, ഞാൻ എൻ്റെ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അവരെ അറസ്റ്റ് തന്നെയല്ല, അവരെ കൺവിക്ട് ചെയ്യണം എന്നുള്ളത്. ഇപ്പം സാജന്റെ ഇങ്ങനെയുള്ള പണിയാണെങ്കിൽ നടക്കുകയില്ല. അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ they have to go through the punishment. പക്ഷെ എനിക്കൊരു ചോദ്യം ചോദിക്കാനായിട്ടുള്ള, സാജൻ പറയുന്നത് ഈ കന്യാസ്ത്രീകൾ ആണെങ്കിൽ ഇതിൽ കൂടെ നിന്നൊക്കെ പോണം. പക്ഷെ സാജനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പം സാജൻ എന്തുവാ ചെയ്തത്? ഒളിച്ചോടുകയല്ലയോ ചെയ്തത്? അയ്യോ എന്നെ പിടിക്കാൻ വന്നെന്നും പറഞ്ഞോണ്ട് അവിടെ ഇവിടെ ഒളിച്ചിരുന്നോണ്ടല്ലയോ അന്നെങ്കിൽ സാജൻ അന്നെങ്കിൽ
വീഡിയോ ഇറക്കിയാണെങ്കിൽ എല്ലാവർക്കും പബ്ലിക്കിന് അയച്ചു കൊടുത്തത്? യു ആർ ട്രൈങ് ടു ഇമോഷണലി എല്ലാവരെയും ഇത് ചെയ്യാൻ നോക്കുമായിരുന്നു. തന്തയുടെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അവിടെ പോലീസുകാരുടെ മുമ്പിൽ പോയിട്ട് യു ഷുഡ് ഹാവ് ആർഗ്യൂഡ് അണ്ടർ വാട്ട് സെക്ഷൻ എന്നെ അന്നെങ്കിൽ അറസ്റ്റ് ചെയ്യാനാ വരുന്നത്, ആൻഡ് ഓൾ ദോസ് തിങ്സ് യു ഷുഡ് ഹാവ് കൺഫ്രണ്ടഡ് ദം. അവരെ കൺഫ്രണ്ട് ചെയ്യണമായിരുന്നു പോലീസുകാരെ. വൈ യു റാൻ അവേ? എന്തിനാണ് ഓടിയത്? ഈ കന്യാസ്ത്രീകൾ ഓടിയില്ല. ഈ കന്യാസ്ത്രീകൾ അവിടെ തന്നെ ഇരുന്നു. ഈ കന്യാസ്ത്രീകള് കരഞ്ഞില്ല. സാജൻ കരഞ്ഞതിന്റെ കൂട്ട് കരഞ്ഞില്ല. സാജൻ അത് മനസ്സിലാക്കണം. ഈ കന്യാസ്ത്രീകള് അവിടെ ധൈര്യമായിട്ടെന്നെങ്കിൽ അവിടെ ഇരുന്നു. അവരുടെ മുമ്പായ കൈ പൊക്കിയപ്പം അവർ കൈ പൊക്കിയില്ല, അവരൊന്നും പറഞ്ഞില്ല. എൻ്റെ മനസ്സിൽ ഉള്ള ഒരു ധാരണയാണ്, ആ കന്യാസ്ത്രീകള് ഈ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. 9 ദിവസം ഈ കന്യാസ്ത്രീകൾ എന്നെങ്കിൽ അവര് ജയിലിലായിരുന്നു. അത് മനസ്സിലാക്കാതാണ് സാജൻ ഇന്ന് വീഡിയോ ഇറക്കി. വ്യൂസ് കൂട്ടാനാന്നോ സബ്സ്ക്രിപ്ഷൻ കൂട്ടാനാന്നോ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ഇറക്കിയത്? അതോ സാജൻ ഏതോ പ്രഷറിൽ കൊടുന്ന് പോകുന്നുണ്ടെന്നായിരിക്കും തോന്നുന്നത്. കാരണം സാജനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഏതെങ്കിലും പാർട്ടികൾ എന്നെങ്കിൽ മുമ്പിൽ വന്നിട്ടുണ്ടെന്നായിരിക്കും തോന്നുന്നത്. അതുകൊണ്ട് ഇന്ന് സാജൻ ഒബ്ലിഗേറ്റഡ് ആണ് ക്രിസ്ത്യ മതത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടെന്നെങ്കിൽ സംസാരിക്കാനായിട്ട്. അല്ലെങ്കിൽ സാജൻ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു സംസാരിക്കുകയില്ല. ഈ കന്യാസ്ത്രീകളെ പറ്റി എന്നെങ്കിൽ ഈ ഒരു ഇഷ്യൂയെ പറ്റി വന്നപ്പം ദിസ് വാസ് നോട്ട് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ദിസ് വാസ് നോട്ട് കൺവേർഷൻ, ദിസ് വാസ് എംപവർമെന്റ്. ആൻഡ് ഇതിൻ്റെ അകത്ത് വിവരമില്ലാതെ സാജൻ എങ്ങനെ മറുനാടൻ മലയാളി വീഡിയോ ചാനൽ ആണെങ്കിൽ ഇത് കൂട്ടിക്കുഴച്ചാണെങ്കിൽ ഇതിനെ ആണെങ്കിൽ ഇത് ചെയ്ത് യേശു ക്രിസ്തുവിനെ പറ്റി കുറെ ആണെങ്കിൽ പ്രസംഗിച്ചിട്ട് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ കുറെ പറ്റി പറഞ്ഞിട്ട് അവരെ ക്രൂശിച്ച എങ്ങനാ കൊന്ന എങ്ങനാന്നും പറഞ്ഞിട്ട്, എന്നിട്ട് ഈ അച്ഛന്മാരും ഈ കന്യാസ്ത്രീകളും അങ്ങനെ തന്നെ പോണെന്ന് പറഞ്ഞെങ്കിൽ സാജനും ഒരു കത്തോലിക്കനല്ലയോ? സാജൻ എന്ന ചട്ടയും മുണ്ടും എടുത്തോണ്ടെന്നെങ്കിൽ ഓടിയത് പേടിച്ച്. ഈ കന്യാസ്ത്രീകൾ ഓടിയില്ല, അവരവിടെ തന്നെ ഉണ്ടായിരുന്നു. You are trying to provoke people through your channel, and this is not proper. This is not proper. ഇത് പെട്ടിക്കട സുവിശേഷമല്ല. ഈ 34 വർഷം ഈ സുവിശേഷത്തിനെ എടുത്തുകൊണ്ട് ഞാൻ നടന്നിട്ടുണ്ട്. ചുമന്ന തെരുവിലും ജോലി ചെയ്യുന്ന കസ്റ്റം ഡിപ്പാർട്ട്മെന്റിലും കളിച്ച ഹോക്കി പ്ലെയർ ആയിരുന്നു ഞാൻ. ഇന്ത്യൻ കസ്റ്റംസിന് കളിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി കളിക്കേണ്ടിയായിരുന്നു, പക്ഷേ ബിക്കോസ് ഓഫ് പൊളിറ്റിക്സ് ഡിഡ്ന്റ് ഗെറ്റ് ത്രൂ. സ്കൂളിലെ ഹൈ ജമ്പർ ആയിരുന്നു. പക്ഷേ ഇതിൽ കൂടെ നോക്കിയ ദൈവം എന്നെ വിളിച്ചു. ഈ കന്യാസ്ത്രീകൾക്കും അവർക്ക് വേറെയൊക്കെ ജോലി കിട്ടുമായിരുന്നു. സം ഓഫ് ദം ആർ വെരി ഹൈലി എഡ്യൂക്കേറ്റഡ്, ക്വാളിഫൈഡ്. അവർക്ക് ഈ വേഷം ധരിച്ചെന്നെങ്കിൽ അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ പറയുന്നില്ല എല്ലാവരും പുണ്യമാരാണെന്നുള്ളത്. ഐ എം നോട്ട് സേയിങ് എവറി വൺ ഇസ് ഹോലി. അച്ഛന്മാരിലും ഉണ്ട്, കന്യാസ്ത്രീകളിലുണ്ട്, പാസ്റ്റേഴ്സിലുണ്ട്, ആൻഡ് ഓൾ ദോസ് പീപ്പിൾ ഐ ഹാവ് ഗോൺ ത്രൂ ഇറ്റ്. ഐ ഹാവ് ക്വസ്റ്റ്യൻഡ് ഇറ്റ് ടു. പക്ഷേ ഇഷ്യൂ ബേസ്ഡ്, എല്ലാവരെയും ഒരുമിച്ച് പെയിന്റ് ചെയ്യരുത്. ആൻഡ് സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ യു ആർ ക്വസ്റ്റ്യനിങ് ദം. വൈ പ്രൊട്ടസ്റ്റ്? They were not protesting, they were praying. You didn't understand that. ഈ സഭ ഇറങ്ങി വന്നത് അവർ ഇൻക്ലാബ് സിന്ദാബാദ് എന്നും പറഞ്ഞുകൊണ്ടല്ല ഇറങ്ങി വന്നത്.
അവർ കയ്യിലാണെങ്കിൽ വെപ്പൺസും എടുത്തുകൊണ്ടല്ല വന്നത്. അവർ പ്രാർത്ഥിക്കുക ചെയ്തത്, ഇൻക്ലൂഡിങ് മീ. I prayed for those 2 nuns and for that youngster who was arrested over there. സാജൻ ഇങ്ങനെയുള്ള ഒരു വീഡിയോ എടുക്കുമ്പം ദുഃഖം ഉണ്ട്. സാജൻ പെട്ടിക്കട സുവിശേഷത്തെ പറ്റി ഏതോ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പെട്ടിക്കട ചാനലായിട്ടെന്നെങ്കിൽ മാറ്റരുത് ഇത്. എനിക്ക് സാജനോടെന്നെങ്കിൽ I don't hate you, but this is just a brotherly advice. പെട്ടിക്കട ചാനൽ ഇന്ന് ഒത്തിരി ആൾക്കാരെന്നെങ്കിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഈ സുവിശേഷത്തിന് വേണ്ടി ചുമ്മാ വാങ്ങോണ്ട് പ്രസംഗിക്കുകയല്ല, ജീവിക്കുന്ന ഒരു സുവിശേഷമാണ് ഈ കന്യാസ്ത്രീകളെ ജീവിക്കുന്നത്. പലർക്കും വാങ്ങോണ്ട് പറയാം, പക്ഷേ അവർ ജീവിക്കുക ചെയ്യുന്ന ത്രൂ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹോസ്പിറ്റൽസ് ആൻഡ് അങ്ങനെ എത്രയോ സേവനത്തിൽ കൊടുന്നുള്ളത്. ഞാൻ സാജനോട് പറഞ്ഞു മനസ്സിലാപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു കത്തോലിക്ക വീട്ടിൽ നിന്ന് ജനിച്ച ഒരു ഇതാണ്. ഐ തിങ്ക് യു ഹാവ് ഗോട്ട് സം നൺസ് ആൻഡ് ഓൾ ദോസ് പീപ്പിൾ ഇൻ യുവർ ഫാമിലി ആൻഡ് മേ ബി ഈവൻ പ്രീസ്റ്റ്. ആൻഡ് വെൻ യു ആർ അറസ്റ്റഡ് or they were after you, I think your family was there with you, correct? നിങ്ങളുടെ കുടുംബക്കാര് കൈവിട്ടോ, അതോ അവർ ഓടിപ്പോയോ? സാജനെ അന്നെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ടെന്നും പറഞ്ഞുകൊണ്ട് സാജന്റെ കൂടെ നിന്നില്ലയോ? അതുപോലെ തന്നെ ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടപ്പം അവരുടെ കുടുംബമാണ് സഭ. സഭയാണെങ്കിൽ കൂടെ നിന്ന് പ്രാർത്ഥിച്ചു. അവർ കൂടെ നിന്ന് പറഞ്ഞു, ഇത് അനീതിയാണ്. യു വെർ ടോക്കിംഗ് അബൌട്ട് സിവിൽ ലോസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. വലിയ വലിയ വാക്കുകൾ എന്നെങ്കിൽ പറഞ്ഞിട്ടെന്നെങ്കിൽ നമ്മുടെ ഭാരതം, ഇന്ത്യയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള ചിലപ്പം സാജൻ അറിയത്തില്ലായിരിക്കും. സ്വന്തം കാര്യം വന്നപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷനും അതും ഇതും ഒക്കെ ആണെങ്കിൽ പറഞ്ഞുകൊണ്ട് ചീഫ് മിനിസ്റ്ററിനെ പറ്റി അന്നെങ്കിൽ കുറെ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞുകൊണ്ടെന്നെങ്കിൽ വന്നു. പക്ഷെ ഇന്ന് ഈ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ മറന്നുപോയി. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ അന്നെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ച്, എക്സ്പ്രഷൻ ആൻഡ് റിലിജൻ, നമ്മുടെ ധർമ്മത്തെ പറ്റി വന്നെങ്കിൽ പറയാനായിട്ടുള്ള ഇതുണ്ട്. ആരെയും അടിച്ചപ്പം തീറ്റിച്ചിട്ടില്ല, ആരെയും കൺവേർട്ട് ചെയ്തിട്ടില്ല. ചപ്പലിന്റെ ഇത് കാണിച്ചിട്ട് ആൻഡ് ഫോട്ടോ എടുത്തിട്ടൊക്കെ ആണെങ്കിൽ എന്തോ സംസാരമാ സാജൻ സംസാരിക്കുന്നേ. യെസ്, മേ ബി ഹിയർ ആൻഡ് ദേർ സം പീപ്പിൾ മസ്റ്റ് ഹാവ് ഡൺ ദാറ്റ്. പക്ഷേ എല്ലാരെയും ആ ഒരു വിധത്തിൽ കാണരുത്. വാട്ട് യു ആർ പ്രൊപ്പഗേറ്റിംഗ് is totally wrong, and I have got my reservation about you. ഞാൻ ചിന്തിച്ച സാജൻ അല്ല ഇന്ന്. കാരണം സാജൻ ഇന്ന് കോംപ്രമൈസ് ചെയ്തിരിക്കുന്ന ഒരു സാജനാണ് മറുനാടൻ മലയാളി. കാരണം എനിക്ക് തോന്നുന്നത്, ഞാൻ തെറ്റല്ലെങ്കിൽ സാജന്റെ ഈ സംസാരത്തിൽ കൊടുന്ന് മനസ്സിലാകുന്ന, യു ആർ അണ്ടർ പ്രഷർ, യു ആർ ഒബ്ലിഗേറ്റഡ് ടു പീപ്പിൾ. And that is the reason you are speaking this language. അല്ലെങ്കിൽ എൻ്റെ എന്തോ പ്രോബ്ലം വന്നാലും ഞാൻ യൂദാസ് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തതിൻ്റെ കൂട്ട് ഞാൻ ഒറ്റിക്കൊടുക്കുകയില്ലെന്ന് ഉള്ള ഒരു സ്റ്റാൻഡ് വേണമായിരുന്നു. ഇന്നത്തെ കാലത്ത് ജൂദാസ് മാത്രമല്ല, ഇന്ന് പലരെന്നെങ്കിൽ പലരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഒറ്റിക്കൊടുക്കുന്ന ആൾക്കാരും ഇന്ന് സഭയിലുമുണ്ട്, ചാനലുകളിലുമുണ്ട്, പലയിടത്തെന്നെങ്കിലുണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഹിയർ ഇസ് ആൻസൺ തോമസ് once again, a voice for the voiceless. And these 2 nuns, they were not converting. As this young man, Sajan, through Marunadan Malayali, was saying, if they were so this, they should have stood over there and no one should have protested. They were not converting. They were empowering. And when people speak against such type of people, we need to be a voice for the voiceless. And so, dear friends, it's not just these 2 nuns.
There are many who are persecuted in the name of religion, and in so many different ways they are beaten up and they are going through a lot of problems and challenges. So we need to stand, and you will stand, and that is the reason we need to be a voice for the voiceless. May God be with you and God bless you. Shalom.